ഒരു വർഷം 24 ലക്ഷം രൂപ വരെ ശമ്പളം കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട കരിയറിനെ കുറിച്ചാണ്. ചായയുടെ ടേസ്റ്റ് നോക്കിയാൽ ഒരു വർഷം 24 ലക്ഷം രൂപ ശമ്പളവും. ഹായ് ഡിയർ ഫ്രണ്ട്സ്, സുഭാഷ് ചന്ദ്ര ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ കരിയറാണ്. കരിയറിനെ കുറിച്ചുള്ള ഒരു സെഷനാണ് ഞാൻ ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും ചായ കുടിക്കുന്നവരല്ലേ? ഒരു ദിവസം എത്ര ചായ കുടിക്കാറുണ്ട്? നമ്മൾ ഒരുപാട് ചായ കുടിക്കുന്നവരല്ലേ? രാവിലെ എഴുന്നേക്കും മുതൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, പിന്നെ 11 മണിക്ക്, അതിനുശേഷം ഈവനിങ് നമുക്കൊരു ചായ കൂടിയേ തീരും. പലർക്കും വലിയൊരു മൂഡ് ഷിഫ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ചായ കുടിച്ച് ചിലപ്പം വലിയ സൊല്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ ചായ ഒഴിവാക്കാൻ പറ്റില്ല. വൈകുന്നേരം 3 മണിക്കൂർ ബ്രേക്ക് എടുത്ത് പുറത്തു പോയി ഒരു ചായ കഴിച്ചാൽ മാത്രമേ ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആവും. അപ്പോൾ ചായ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ചു, ഈ ചായ എന്ന് പറയുന്ന കാര്യം എവിടെ നിന്നാണ് ഉണ്ടായത്? ലെജൻസൊക്കെ പറയുന്നത് ചൈനയിൽ 2737 BC ചായ ഉണ്ടാവുന്നതാണ്. ഷേൻനൂഗ് എന്ന് പറയുന്ന ചൈനയിലെ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ രാജവസതിക്ക് താഴെ വെറുതെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിചാരകൻ ഒരു കപ്പിൽ കുറച്ച് ചൂടുവെള്ളം കൊണ്ടു തന്നു. പെട്ടെന്ന് അദ്ദേഹം ഇരിക്കുന്ന മരത്തിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ലീവ്സുകൾ ഈ കപ്പിലേക്ക് വീഴുകയുണ്ടായി. അതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരു ഹെർബൽ ടേസ്റ്റ്. അദ്ദേഹം ഒന്ന് കുടിച്ചു നോക്കി. നല്ല സ്വാദുണ്ട് അതിന്. പിന്നീട് അദ്ദേഹം അത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയാണ് ചായ എന്ന് പറയുന്ന ഒരു സംസ്കാരം ഉണ്ടായതെന്നാണ് ലെജൻസ് ഒക്കെ പറയുന്നത്. എന്നാൽ ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ഒരു വർഷം 24 ലക്ഷം രൂപ വരെ ശമ്പളം കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട കരിയറിനെ കുറിച്ചാണ്. ആ കരിയറിൻ്റെ പേരാണ് ടീ ടേസ്റ്റർ ജോബ്സ് എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചായയുടെ ടേസ്റ്റ് നോക്കുക, അതാണ് ജോബ്. നല്ല ജോബല്ലേ? ചായയുടെ ടേസ്റ്റ് നോക്കിയാൽ ഒരു വർഷം 24 ലക്ഷം രൂപ ശമ്പളവും. ഇതൊരു സത്യമാണ്. അതായത് ആ ചായയുടെ ക്വാളിറ്റി, അതിൻ്റെ ഫ്ലേവർ, അതിലുപയോഗിക്കുന്ന ലീവ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ, ഇതൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ജോലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കരിയർ എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണഗതിയിൽ നമുക്കിതിന് ഒരു +2 സയൻസ് കഴിഞ്ഞ്, സയൻസ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലുമൊക്കെ കോഴ്സസ് നിങ്ങൾ പഠിച്ച് +2 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ടീ ടേസ്റ്റിനുള്ള ജോബുകൾ ഒഴിവുണ്ട്. നിങ്ങൾ വല്ല ബോട്ടണിയോ ഹോർട്ടിക്കൾച്ചറോ ഫുഡ് സയൻസോ ഇങ്ങനെയുള്ളതാണ് സെലക്ട് ചെയ്തതെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് അഭികാമ്യമായിരിക്കും. ഇന്ത്യയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റേഷൻ മാനേജ്മെൻറ്റ് ബാംഗ്ലൂരിൽ ഇതിൻ്റെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്യൂച്ചറിറ്റിക് സയൻസ് കൊൽക്കത്തയിൽ നമുക്കിതിൻ്റെ കോഴ്സുകൾ ലഭ്യമാണ്. ഡിപ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസ് കൊൽക്കത്തയിൽ നമുക്കിതിൻ്റെ മറ്റൊരു ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സ്ഥാപനമാണ്. യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ബംഗാൾ, അവിടെയും നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. NITM വെസ്റ്റ് ബംഗാൾ, അവിടെയും നിങ്ങൾക്ക് ഈ ടീ ടേസ്റ്ററിൻ്റെ കോഴ്സുകൾ കിട്ടുന്നതാണ്. അസാം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അവിടെയും നിങ്ങൾക്ക് ഈ ടീ ടേസ്റ്ററിൻ്റെ ജോബ്സ് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് സെക്യൂർഡ് ആക്കാൻ വേണ്ടി സാധിക്കും. കരിയറിനെ കുറിച്ച് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു കരിയർ എങ്ങനെയാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. പലർക്കും നമുക്കറിയുന്ന കരിയറിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് അറിയാത്ത ഒരു കരിയറിൽ നിങ്ങൾ എത്തിപ്പെടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? വളരെ വിദൂരമാണെന്ന് പറയാം. പലപ്പോഴും മാജിക്കുകൾ സംഭവിക്കുന്നത് അപൂർവമായിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ ആദ്യം ഈ ലോകത്തുള്ള കരിയറിനെ കുറിച്ച് തീർച്ചയായിട്ടും പഠിക്കണം. എത്ര കരിയേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് വിരലിലെണ്ണാവുന്ന കരിയേഴ്സിനെ കുറിച്ച് മാത്രമേ അറിയൂ. എന്നാൽ ഈ ലോകത്ത് 3 ലക്ഷത്തോളം കരിയർ ഓപ്ഷൻസ് ഉണ്ട്. ആലോചിച്ച് നോക്കൂ, 3 ലക്ഷത്തോളം കരിയർ ഓപ്ഷൻ. അതിലെ ഒരു ഓപ്ഷനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ലോകത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കരിയർ സെലക്ട് ചെയ്ത് ആ മേഖലയിൽ ശോഭിക്കാനാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് പ്രത്യേകം ശ്രമിക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരുപാട് ഒഴിവുകളുള്ള കോർപ്പറേറ്റ് സെക്ടറിൽ, മാനുഫാക്ചറിങ് കമ്പനികളിലൊക്കെ ഒരുപാട് ഒഴിവുകളുള്ള ടീ ടേസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരിയറിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിലുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കരിയറിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ
പലർക്കും ഇപ്പോഴും അറിയില്ല. ഇപ്പം +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന പലർക്കും ഏത് കരിയറിൽ പോകണമെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരിക്കലും അറിയില്ല. അവർ ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലുള്ള, അവർക്ക് നല്ലോണം പാഷനുള്ള ഏത് സെഗ്മെൻ്റ് ആണെന്ന് ഇന്നും ഐഡൻറ്റിഫൈ ചെയ്യാത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികളും പാരൻസും ഉണ്ട്. അവർക്ക് ചില സഹായങ്ങൾ ഞാൻ ചെയ്തു തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ ഇന്ന് സയൻറ്റിഫിക് ആയിട്ട് കരിയർ കണ്ടെത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനെയാണ് കരിയർ അസസ്മെൻറ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ തന്നെ കരിയർ അസസ്മെൻറ്റിന് വേണ്ടി AI ബേസ്ഡ് ആയിട്ടുള്ള ആദ്യത്തെ പ്ലാറ്റ്ഫോം ഡ്രോ മൈ കരിയർ എന്ന് പറയുന്ന സ്ഥാപനം അതിനുവേണ്ടി കരിയർ അസസ്മെൻറ്റ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് അത്തരം പ്ലാറ്റ്ഫോമിൻ്റെ അസസ്മെൻറ്റ് നടത്തി അതിൽ നിന്ന് റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കരിയേഴ്സ് ഏതാണെന്ന് ഓപ്ഷൻസ് വന്നിട്ടുണ്ടാകും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കൂടെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഡ്രോ മൈ കരിയറിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് അതിൽ പോയി അസസ്മെൻ്റ് എടുത്ത് അവരുടെ സപ്പോർട്ട്സ് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരിയർ ഓപ്ഷനെ കുറിച്ചാണ്. ഇനി നമുക്ക് നല്ല ഒരു ചൂട് ചായ കുടിച്ചാലോ? ആ ചൂട് ചായ കുടിച്ച ശേഷം ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.